നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 9, 2026 വ്യാഴം. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. 24 മണിക്കൂറുകൾക്ക് മുന്നേ ഇറാനും US തമ്മിലുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും കാര്യങ്ങൾ നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും മാറി മറിയുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല, മുൻപ് നമ്മൾ 2 തവണ കണ്ട പോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില $110 മുകളിലേക്ക് കടന്നപ്പോൾ 2 തവണകളിലും US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും സ്റ്റേഷൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിൽ മാർക്കറ്റ് റാലി ചെയ്യുന്ന കാഴ്ചകളും കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് മൂന്നാമത്തെ ദിനം മാർക്കറ്റ് പഴയ സ്ഥിതിയിലേക്ക് പോകുന്ന കാഴ്ചകളുമാണ് കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇന്നലെ വീണ്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്നും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറിൽ ലെബനോൻ ഭാഗമല്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് സീസ് ഫയറിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഇറാൻ US നൽകിയ 10 നിർദ്ദേശങ്ങളിൽ ഒന്ന് ലെബനോനുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറും ഉണ്ടായിരുന്നു. എന്നാൽ US ഇതിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് ചൂടുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെ തുടർന്ന് ഔദ്യോഗികമായി തന്നെ ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടി എന്നുള്ള പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും US സഖ്യകക്ഷികളായ GCC രാഷ്ട്രങ്ങൾക്ക് മുകളിലുള്ള ആക്രമണം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഇന്നലെ ലെബനോനിൽ അറ്റാക്ക് നടത്തിയതിനെ തുടർന്ന് 112 ആൾക്കാർക്ക് മരണവും സംഭവിച്ചു. കൂടാതെ സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ഓയിൽ പൈപ്പ് ലൈനിന്റെ മുകളിലും ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് മുകളിൽ താൽക്കാലികമായി പ്രഖ്യാപിച്ച കണ്ടീഷനോട് കൂടിയിട്ടുള്ള 2 ആഴ്ചത്തെ സീസ് ഫയറിനെ തുടർന്ന് വീശിയ വെളിച്ചം നേരിയ തോതിൽ മങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ജാഗ്രതയും പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഈ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകുന്നതിന് മുന്നേ ഇന്നലെ ഉണ്ടായ ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്നുണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. അങ്ങനെ ഒരു കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ അതിനുശേഷം മാത്രമേ തുടർന്ന് 24,300, 24,500 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. അതേസമയം 23,800 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും 23,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. അതിൽ ഫെഡ് ശക്തമായി തന്നെ വെയിറ്റ് ആൻഡ് സീ മോഡിലാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരികയും ചെയ്തത്. കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിലനിർത്തിയത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണെന്നുള്ള വിലയിരുത്തലുകളും വരികയും ചെയ്തു. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളാൽ നിറഞ്ഞ ഒരു ദിനമാണ്. എസ്പെഷ്യലി US നിന്നും രാവിലെ 10:00 ജപ്പാനിൽ നിന്നും മാർച്ച് മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് രാവിലെ 11:00 തന്നെ ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡിന്റെയും റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും ഫെബ്രുവരി മാസത്തെ പേഴ്സണൽ ഇൻകം മന്ത് ഓൺ മന്ത്, കോർ PCI പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത്, പേഴ്സണൽ സ്പെൻഡിംഗ് ഫെബ്രുവരി മാസത്തെ മന്ത് ഓൺ മന്ത് തുടങ്ങിയ ഡാറ്റകളുടെ റിലീസ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഫൈനലായിട്ടുള്ള GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. അങ്ങനെ ഇന്ന് മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ Q4 റിസൾട്ടുകൾക്ക് ആരംഭം കുറിക്കുകയാണ്. TCSന്റെ റിസൾട്ടാണ് ഇത്തവണയും ആദ്യമായി തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നതും. TCS ഉൾപ്പെടെ പ്രധാനമായും 9 കമ്പനികളാണ് ഇന്ന് അവയുടെ Q4 ഏർണിംഗ്സുകൾ റിലീസ് ചെയ്യുകയും ചെയ്യുക. അവയിൽ ആനന്ദരതി വെൽത്ത്, GM ബ്യൂവറീസ്, രാജ്പുത്ന സ്റ്റെയിൻലെസ് തുടങ്ങി പ്രധാനപ്പെട്ട കമ്പനികളും ഉൾപ്പെടുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 7.5%-അടുത്തും, HDFC ബാങ്കിന് 6.5%-ലേറെയും, ICICI ബാങ്ക് ADRന് 5.25%-ലേറെയും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 2.25%-ന്റെയും ഇൻഫോസിസ് ADRന് 0.5%-ന്റെയും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്കും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനുമായി തൽഫലമായി S&P 500-ന്
2.5% നാസ്ഡാക്കിന് 2.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് അവയ്ക്ക് അവയുടെ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നേട്ടത്തിൽ തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 2.5%, ഫ്രാൻസ് മാർക്കറ്റിന് 4.25%, ജർമ്മൻ മാർക്കറ്റിന് 4.25%, നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%, കൊറിയൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 3%-അടുത്തും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $97.13 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $97.06 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.2 എന്ന നിലയിലും മാക്സ് പെയിൻ 23,900 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ 3% ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് വീണ്ടും നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 4%-അടുത്ത് നേട്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി തൽഫലമായി ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ അവയുടെ അപ് ട്രെൻഡുകൾ നിലനിർത്തുകയും ചെയ്തു. എങ്കിലും മിഡ് ലോങ് ടൈം മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.89 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. എങ്കിലും 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.81 എന്ന നിലയിലും മാക്സ് പെയിൻ 55,000 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് അവയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എങ്കിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ മിഡ് ലോങ് ടൈം മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.41 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 55,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. 55,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. KEC ഇന്റർനാഷണൽ കമ്പനി 2,518 കോടി രൂപയുടെ ഓർഡറുകൾ സ്വന്തമാക്കി. NTPC ഇന്ത്യയിൽ പുതിയ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ സഹകരണം തേടുന്നതിനായിട്ട് കമ്പനി ഇലക്ട്രിസിറ്റി ഡി ഫ്രാൻസ് എന്ന കമ്പനിയുമായിട്ട് ഒരു നോൺ ബൈൻഡിംഗ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. റെഡ് ടേപ്പ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവയ്ക്കായി അന്താരാഷ്ട്ര സ്പോർട്സ് ഫുഡ് വെയർ ബ്രാൻഡായ സ്പ്രാൻഡിയെ കമ്പനി ഏറ്റെടുത്തു. ബോഷ് ഷാസി സിസ്റ്റംസ് ഇന്ത്യയുടെ നിലവിലുള്ള ഓഹരി ഉടമകളിൽ നിന്ന് 9,068.68 കോടി രൂപയ്ക്ക് 100% ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. NPST മെർച്ചന്റ് അണ്ടർറൈറ്റിംഗിനും നിരീക്ഷണത്തിനുമായി AI പ്രവർത്തിക്കുന്ന റിസ്ക് ഇന്റലിജൻസ് ആൻഡ് ഡിസിഷൻ പ്ലാറ്റ്ഫോം വിന്യസിപ്പിക്കുന്നതിനായി ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്ന് ഓർഡറുകൾ ലഭിച്ചു. പൂനവാല ഫിൻകോർപ്പ് കമ്പനിയുടെ വളർച്ചയ്ക്കായി 5,000 കോടി രൂപ വരെ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. റൈറ്റ്സ് റെയിൽവേ സൈഡിംഗ് നിർമ്മാണത്തിനായി 118.89 കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ജോലികൾ കമ്പനിക്ക് ലഭിച്ചു. BEML മെട്രോ റെയിൽ പദ്ധതി സഹകരണം ആഗോളതലത്തിൽ വികസിപ്പിക്കുന്നതിനായി BEMLും DMRCയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. NMDC അസംസ്കൃത വസ്തുക്കളുടെയും ഊർജത്തിന്റെയും വർദ്ധിച്ചു വരുന്ന ചിലവ് നികത്തുന്നതിനായി സ്റ്റീൽ കമ്പനികൾ ഈ മാസം മുതൽ HR കോയിലിന്റെ വില ടണ്ണിന് 3,500 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 64,500 രൂപ പെർ ടണ്ണാക്കാൻ പദ്ധതിയിടുന്നു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.